ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീക്കിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച. ഈ വീക്കിൽ അടിച്ച് ഇറങ്ങിയിട്ടേക്കാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഭയങ്കര ഒരു നെഗറ്റീവ് ടെറിട്ടറി ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മൂവ്മെൻ്റ് ഒന്നും പ്രതീക്ഷിച്ചില്ല. ബാങ്ക് നിഫ്റ്റി പ്യുവർലി പറയുകയാണെങ്കിൽ അടിച്ച് പണ്ടാരടങ്ങിയ മാർക്കറ്റായിരുന്നു ഇന്ന് എന്തുവാണ് ഈ ഒരു വീക്ക് സംഭവിച്ചത്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി വീക്കിൽ നോക്കണം. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ 51,000 ഭാഗത്ത് കിടന്ന ബാങ്ക് നിഫ്റ്റി 50,000 ലോ ആയിരുന്നു ഈ തിങ്കളാഴ്ച വന്നത്. ചൊവ്വാഴ്ച ആ ഭാഗത്ത് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ കൂടി ഒരു ട്രെൻഡ് ഡൗൺവേർഡ് വീക്കായിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ഡൗൺവേർഡ് മൂവ് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. നിഫ്റ്റി നിങ്ങൾ നോക്കുന്നത് നിഫ്റ്റിയിൽ ആ ഡൗൺവേർഡ് മൂവ് ഒന്നും അധികം വന്നിട്ടില്ല. തിങ്കളാഴ്ചയുടെ താഴെ ഇതാണ് തിങ്കളാഴ്ച വന്ന പ്രൊഫൈൽ. അത് പൊട്ടി താഴേക്കൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതല്ലാതെ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോഴും 23,500 എന്ന് പറഞ്ഞ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയുടെ ഭാഗത്ത് ഒരു ലക്ഷ്മണ രേഖ പോലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. 23,500 നിഫ്റ്റി പൊട്ടി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു സിവിയർ സെൽ ഓഫിനുള്ള ചാൻസാണ് കൂടുതൽ. ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഇന്ത്യയുടെ ക്യുമുലേറ്റീവ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട്. അത് 5.2, അതായത് നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വളരെയധികം കൂടി 3.5 നിന്നും 5.2 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഡേറ്റ വളരെയധികം പോസിറ്റീവായ ഡേറ്റയാണ് ഇപ്പോൾ ഇന്ത്യ മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഒരു ചെറിയൊരു പ്ലസ് വല്ലം വരണ കോളൊന്നും കാണുന്നില്ല. എന്നാലും ആ ഒരു ഭാഗത്തൊക്കെ തന്നെ ആശ നിൽക്കുന്നത് 590 ഭാഗത്തൊക്കെ തന്നെയാണ് ഗിഫ്റ്റ് നിഫ്റ്റിയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു പോസിറ്റീവായ ഡേറ്റയാണ് നമ്മുടെ മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. സോ അത് ഇൻഡസ്ട്രി പ്രൊഡക്ഷൻ വളരെയധികം പോസിറ്റീവായ സംഖ്യ 3.5 4 പ്രതീക്ഷ സ്ഥാനത്ത് 5.2 വന്നിരിക്കുന്നു. ദാറ്റ് ഈസ് എ ഗുഡ് ഡേറ്റയാണ്. അത് കൃത്യമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുവാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായ ഡേറ്റ ഇങ്ങനെ കയറി വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. 2021 ഈ 28 പോയ ഡേറ്റ ആയിരുന്നു. പണ്ടൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ 6.2 വന്ന സമയത്ത് 2024 ഓഗസ്റ്റിലേക്ക് വന്ന 6.2 ആണ്. അതിനുശേഷം കുറഞ്ഞു വന്ന ഡേറ്റ ഒരു സുപ്രഭാതത്തിൽ ഇപ്പോഴാണ് ഏകദേശം പറഞ്ഞാൽ കുറച്ച് കൂടിയിട്ടുള്ളത്. ഇതേപോലെ 5.2 കടന്നിട്ടുള്ളത് പിന്നെ ജൂലൈ മാസത്തിൽ മാത്രമാണ് അത് 5 മുകളിൽ പോയിട്ടിരിക്കുന്നത്. ജൂലൈ ജൂണിലും അതിനു മുമ്പേ ഏപ്രിലും മാത്രം. ഈ ഒരു വർഷം എടുക്കും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആകപ്പാടെ 1 2 4 ആഴ്ചകളിൽ മാത്രമേ 5 മുകളിൽ പോയിന്റ് ഡേറ്റ. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രി ഡേറ്റ ഒരു പോസിറ്റീവായ രീതിയിൽ പോകുന്നത് നമ്മുടെ മാർക്കറ്റിന് വളരെയധികം പോസിറ്റീവാണ്. ഡേറ്റ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂടുകയാണെന്ന് അർത്ഥം എന്ന് വെച്ചാൽ എക്കണോമി പോസിറ്റീവായ രീതിയിൽ പോകുകയാണെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഒരു വ്യൂയിലേക്ക് കടന്ന് ഈ വീക്കിൽ ബാങ്ക് നിഫ്റ്റി എങ്ങനെ പോകുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഒരു ട്രെൻഡ് ഡൗൺവേർഡ് വീക്കായിരുന്നു ഈ വീക്കിൽ സംഭവിച്ചത്. നമ്മൾ ലോവർ ലെവലിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രെൻഡ് വീക്കാണ്. POCക്ക് മുകളിലോട്ട് താഴേക്ക് വരാനുള്ള അവസരം കൊടുത്തില്ല. ഇപ്പോഴും 50,390 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ POC നിങ്ങൾ വീക്കിലി നോക്കുന്ന സമയത്ത് 50,390 ഭാഗത്താണ് വീക്കിലി POC സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. POC താഴേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് കവറിങ് റാലി വരുന്ന സമയത്ത് ഏറ്റവും അധികം അടിച്ച് മുകളിലോട്ട് കയറാനുള്ള ചാൻസുകളാണ്. സോ 50,390 നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി POC നിൽക്കുന്നത്. വീക്കിലി POC ഇപ്പം ഇനി നമുക്ക് നോക്കേണ്ടത് നമുക്ക് ബുള്ളിഷ് റെഫറൻസ്. അപ്പം നമുക്ക് രണ്ട് കാര്യം നമ്മളുള്ളൂ, ബുള്ളിഷും ബെയറിഷും. സോ ഇനി ഒരു വീക്കിലി POC എന്ന് പറഞ്ഞാൽ 50,390 ഭാഗത്താണ് നിൽക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് എത്രയാണ്. അപ്പം നമ്മുടെ ക്ലോസിംഗ് വന്ന് 48,886 ഭാഗത്താണ്, ഏറ്റവും ഡൗൺവേർഡ് മൂവിൻ്റെ ഭാഗത്താണ് ക്ലോസ് ചെയ്യുന്നത്. സോ ഒരു ബുള്ളിഷ് റെഫറൻസ് എന്തെങ്കിലും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങളുടെ കാര്യം ഓർത്തുകൊള്ളുക, 49,990 മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ഉള്ളൂ. എത്രയാണ്? 49,990 മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി ഒരു ബുള്ളിഷ് റെഫറൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്കിലിയിൽ എങ്ങോട്ട് കൊണ്ടുപോകാം. 49,990 എന്ന് പറയുമ്പോൾ അത് വീക്കിലിയിൽ നിങ്ങൾക്ക് നമ്മുടെ അത് നിങ്ങൾ നോക്കണം. ഈ POC 50,390 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ
ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് തിരിച്ച് കയറി കഴിഞ്ഞ വീക്കിലെ POC ആയ 51,255 ഭാഗത്തേക്ക് പോവാം. 51,255 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ഓർത്തോളുക, ബാങ്ക് നിഫ്റ്റി എവിടത്തേക്കാണ് 50,390 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് 51,250 വരെ പോകാനുള്ള ചാൻസ് ഉള്ളൂ. നമ്മൾ ഈ ഒരു ഏരിയയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏരിയയാണ് 48. അത് പൊട്ടിയാണ് ബാങ്ക് നിഫ്റ്റി ഈ ഒരു ക്ലസ്റ്റർ, നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ക്ലസ്റ്റർ വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു മെയിൽ വന്ന ഒരു ഡൗൺവേർഡ് മൂവ് ആയിരുന്നു. ഈ മെയിൽ വന്ന ഈ ഡൗൺവേർഡ് മൂവിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് അറിയാം, ഇത് ജൂലൈയിൽ നമ്മുടെ ജൂണിലെ ഇലക്ഷൻ ഡേയിലെ ക്യാൻഡിലാണ്, ഇലക്ഷൻ ഡേ ബിഗ് ക്യാൻഡിലാണ്. അതിൻ്റെ പിറ്റേ ദിവസത്തെ ഒരു ക്യാൻഡിലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സപ്പോർട്ടിങ്ങിൻ്റെ ഭാഗത്തേക്കാണ് മാർക്കറ്റ് വരുന്നത് 48,539 ഭാഗത്ത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി 48,795 താഴെ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് താഴേക്ക് അടിക്കാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത്. അതിന് താഴെ ബെയറിഷ് മൂവ്മെൻറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയും അത് 48,127 ഭാഗത്തേക്ക് 48,127 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 49,127 വരാനും അതിന് താഴെ മാർക്കറ്റ് വീണ്ടും കുറേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ നിങ്ങൾ ക്യാൻഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ ഇലക്ഷൻ്റെ റിസൾട്ടിന് അന്ന് വന്ന HVN LVN സോൺസ് ആണ്. ഇതുപോലെ സീരീസ് ഓഫ് വോളിയം സോൺസുകൾ ഇഷ്ടംപോലെ ഇവിടെ കിടപ്പുള്ളതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 48,000 ഭാഗത്തേക്ക് വരാനും അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ 48,000 പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇനി അടുത്ത് 47,172 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഫസ്റ്റ് നോക്കേണ്ടത് നമ്മുടെ VWAP-ആയ 49,319 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഇന്ന് കഴിഞ്ഞ ഈ വീക്കിൻ്റെ POC ആയ 50,393 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 50,393 മുകളിൽ നിൽക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീക്കിൻ്റെ POC ആയ 51,255 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു ഡൗൺവേർഡ് മൂവ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ നോക്കുമ്പോൾ നിഫ്റ്റി അറിയാൻ പറ്റും, നിഫ്റ്റിക്ക് അങ്ങനെ ഡൗൺവേർഡ് മൂവ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നിഫ്റ്റിയെ സംബന്ധിച്ച് 23,500 ഒരു ഓർഡർ ഇമ്പോർട്ടൻ്റ് ഏരിയ, അതിനെക്കാട്ടി കൂടുതൽ നോക്കേണ്ട 23,409 23,370 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 23,370 23,400 ഈ ഒരു ഏരിയക്ക് താഴെ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 23,200 ഭാഗത്തേക്കും അതിന് താഴെ 23,067 ഭാഗത്തും ഇവഞ്ച്വലി നിഫ്റ്റിയിലെ നെക്സ്റ്റ് POC എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. നിഫ്റ്റിയെ സംബന്ധിച്ച് 22,800 ഈ POCയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 23,400 370 ഈ ഒരു ഏരിയ നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ 22,800 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയെ പോലെ നിഫ്റ്റിക്ക് പക്ഷേ നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ അറിയാം പ്യൂർലി ഒരു ബാലൻസ് ആയിരുന്നു നിഫ്റ്റി തന്നത്. ഇപ്പോഴും നിങ്ങൾ ഒരു ബാലൻസ്, പക്ഷേ ആദ്യമായിട്ടാണ് നിഫ്റ്റി 500 ഭാഗത്ത് ക്ലോസ് ചെയ്യുന്നത്. ഈ ഒരു POC ആയ 23,532 താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഡേഞ്ചറായ ഒരു സൈനാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് തിങ്കളാഴ്ച അല്ലെങ്കിൽ വരുന്ന വീക്കിൽ 23,644 എന്ന് പറഞ്ഞാൽ ഈ വീക്കിൻ്റെ POCക്ക് മുകളിൽ അവൻ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് കുറേ അനോമലീസ് ഫില്ല് ചെയ്യാൻ കിടപ്പുണ്ട്. അത് വേണമെങ്കിൽ മുകളിലോട്ട് പോകാനും 24,000 വരെ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് 23,645 മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 23,820 മുകളിൽ പോകാനും 820 മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് എവിടെ വരെ പോകാനും ഈ ഇത്രയും ഭാഗത്തുള്ള ഈ 24,000 വരെയുള്ള കുറച്ച് സിംഗിൾ പ്രിൻ്റുകളുടെ അനോമലീസ് കിടപ്പുണ്ട്. അതൊക്കെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ വീഡിയോ കാണുക. ഞാൻ പറഞ്ഞു നമ്മുടെ ഈ വരാൻ പോകുന്ന 25-ാം തീയതി ജാനുവരിയിൽ ട്രിവാൻഡ്രത്ത് വെച്ച് നമ്മുടെ ഒരു സെഷനുണ്ട്, 1 ഡേ സെഷൻ. നമ്മൾ മാർക്കറ്റിൻ്റെ നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യുവാനും അതുവഴി നിങ്ങൾക്ക് എങ്ങനെ റിസ്ക് മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുക, അത് ഉപയോഗിച്ച് എങ്ങനെ നിങ്ങൾക്ക് പൊസിഷൻ സൈസിങ് ചെയ്യാമെന്നും ഇവഞ്ച്വലി സൈക്കോളജിയുടെ ഭാഗത്തേക്ക് നിങ്ങളെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞ രീതിയിലുള്ളൊരു സെമിനാറാണ് നമ്മൾ വയ്ക്കാവുന്നത്. ഈ സെമിനാറിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ ഈ സെമിനാറിൽ ഉണ്ടായിരിക്കുന്നതാണ്. വെറും 499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് സെമിനാർ 1 ഡേ പങ്കെടുക്കാം. അതിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള എക്സ്ട്രാ
ബെനിഫിറ്റ്സ് ഒക്കെ കണ്ടാവും. നിങ്ങൾക്കൊരു 3-4 ദിവസത്തേക്ക് നിങ്ങൾക്ക് മാർക്കറ്റിൽ വച്ചുള്ള ഒരു ലൈവായിട്ടുള്ള ഒരു ലൈവ് ട്രേഡിംഗ് ഒരു 1 വീക്ക് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഒരു വീക്ക് നിങ്ങൾക്ക് ഇത് ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു വീക്ക് ലൈവ് മാർക്കറ്റ് സപ്പോർട്ട് തരുന്നതാണ്. ആ ലൈവ് മാർക്കറ്റ് സപ്പോർട്ട് നമ്മുടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബഡ്ജറ്റിൻ്റെ അന്ന് തൊട്ട് ആ വരാൻ പോകുന്ന ഒരു വീക്കിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ചേരാൻ താല്പര്യമുള്ള എത്രയും വേണം നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. സോ അവർക്ക് 5 ഡേയ്സിൻ്റെ ഒരു ലൈവ് മാർക്കറ്റ് സപ്പോർട്ട് തരുന്നു ബഡ്ജറ്റ് ഡേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെറും 499 റുപ്പീസിന് നിങ്ങൾ സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു വീക്ക് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇന്ന് ലൈവായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യാനും പറ്റും. എന്തെങ്കിലും അറിയാൻ വേണ്ടി അതിൽ കാണിച്ചിരുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ഹാപ്പി വീക്കെൻഡ് ടു ഓൾ ഓഫ് യു.